ഹലോ നമസ്കാരം. ഞാൻ എൻ്റെ റൂമിലെ ചുമരിന് ഒരു കിഡും മേക്ക് ഓവർ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ബിഫോറിലുള്ള ഇമേജ്, ഇത് ആഫ്റ്ററും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനൊരു A4 സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ട്രയാങ്കിൾ പീസസ് വേണം. ഇത് ഞാൻ പല കളർ പേപ്പേഴ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് ഓരോന്നായി എടുത്തിട്ട് ഗമ്മ് തേച്ചിട്ട് ഈ സ്ക്വയറിൻ്റെ അകത്ത് ഒട്ടിക്കണം. ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഇടയിൽ ആ വൈറ്റ് കാണുമ്പോഴേ ഈ ഡിഫറെൻറ്റ് കളേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഒട്ടിക്കുന്നത്. സെയിം കളേഴ്സ് അടുത്ത് വരാത്ത രീതിയിൽ വേണം ഒട്ടിക്കാനായിട്ട്. പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും വേണ്ട, ഗ്യാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പോവാം. ഇപ്പം ഞാനിത് ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെൻസിൽ വെച്ചിട്ട് ഒരു കോട്ട് കൂടി എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുള്ളത് മേക്ക് യുവർ ഡ്രീംസ് ഹാപ്പൻ എന്നാണ്. ഇനി ഒരു മാർക്കർ വെച്ചിട്ട് ഇത് നല്ല കട്ടിയിലൊന്ന് എഴുതി കൊടുക്കാം. ഒരുപാട് കോട്ട്സ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് തീമാണോ വേണ്ടത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോട്ട്സ് കിട്ടും നമുക്ക് ഗൂഗിളിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് ഇഷ്ടമായത് സെർച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ എഴുതി കൊടുക്കാം. ഇത് ഞാൻ എൻ്റെ ബെഡ്റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഇൻസ്പിറേഷണൽ കോട്ട്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഫ്രെയിം വേണം. അതിനായിട്ടൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. നേരത്തെ വരച്ചതുപോലെ 4 സെൻറ്റിമീറ്റർ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഹാഫായിട്ട് മടക്കി കൊടുക്കാം. വീണ്ടും ഇതിനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 2 തവണയാണ് ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. മടക്കിയതിൻ്റെ ആ ഒരു വടു വരുമ്പോഴേ നമുക്കിത് നന്നായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ടോട്ടൽ ഇതിനെ 4 പാർട്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡിലും വരുന്ന ഈ ഒരു കുഞ്ഞ് സ്ക്വയർ ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എൻഡിനെ 3ാമത്തെ പാർട്ടായിട്ടും 1ാമത്തെ പാർട്ടായിട്ടും കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്നത് പോലെ 2 സൈഡിലും വരച്ചാൽ മതി. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യണം. ഇനി ഈ ലെങ്ത്ത് കൂടുതലുള്ള ഭാഗത്തിൽ ഫസ്റ്റ് പാർട്ടിനെ അകത്തേക്കാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഓൾറെഡി അതിൻ്റെ മടക്ക് പുറത്തേക്കായിരുന്നു, അപ്പോൾ അത് അകത്തേക്കാക്കി മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ആ ലൈൻ വരച്ചതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കുഞ്ഞ് ബോക്സ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ 4 സൈഡും ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫ്രെയിം കംപ്ലീറ്റ് ആവും. നാല് സൈഡും ഒരുപോലെ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന ആ പേപ്പറിനെ ഇതിൽ കൊള്ളാവുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ പേപ്പർ ആയതുകൊണ്ടാണ് നമുക്ക് കുഞ്ഞ് ഫ്രെയിം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ചാർട്ട് പേപ്പറോ മറ്റോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഗമ്മ് തേച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ഫ്രെയിം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോവാം. അതിനായിട്ട് കുറച്ച് കളേഴ്സും വേണം, വെള്ളവും വേണം. സാധാ വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഇതേപോലെ പേപ്പറിലൊന്നാക്കി കൊടുക്കാം. എന്നിട്ട് ഓരോ കളറായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റാക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഞാൻ അക്രിലിക് കളേഴ്സാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഫാബ്രിക് കളേഴ്സോ അല്ലെങ്കിൽ വാട്ടർ കളേഴ്സോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോ കളേഴ്സ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. വെള്ളം ചേർക്കുമ്പം ഓവറായിട്ട് ചേർക്കരുത്, അപ്പോൾ പേപ്പർ കീറി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇഷ്ടമുള്ളത്ര കളേഴ്സ് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു കളർ മാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ റെഡ് മാത്രമാണെങ്കിലും അങ്ങനെ എടുക്കാം. റെഡും വെള്ളവും മാത്രമായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്കർ വെച്ചിട്ട് കോട്ട്സ് എഴുതി കൊടുക്കാം. കോട്ട്സ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ അത് വരച്ചെടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ക്ലോസ്ഡ് ഐസാണ് വരച്ചിട്ടുള്ളത്, അടഞ്ഞു കിടക്കുന്ന കണ്ണുകൾ. എന്നിട്ട് അതിൻ്റെ താഴെ ഹെലോ ഗോർജിയസ് എന്ന് കൂടി എഴുതി കൊടുക്കുകയാണ്. കണ്ണിന് നല്ല തിക്കായിട്ടുള്ള പീലികൾ വരച്ചു കൊടുക്കാം. ഇതിന് ഞാൻ റെഡ് ഫ്രെയിമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ രണ്ടാമത്തെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ നോക്കാം. നേരത്തെ പോലെ തന്നെ 4 സെൻറ്റിമീറ്ററിൽ സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെച്ച് പെന്നാണ്. ആദ്യം തന്നെ സ്കെച്ച് പെൻ വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ഫുള്ളായിട്ടൊന്നും ഫില്ല് ചെയ്യണ്ട. അടുത്തത് ഞാൻ ഓറഞ്ച് കളർ വെച്ചിട്ട് ഇതേപോലെ താഴെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും യെല്ലോ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് ഓറഞ്ച്. അങ്ങനെ 2 കളർ മാറി മാറിയാണ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 4 റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ വീണ്ടും കോട്ട്സ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ റെക്റ്റാങ്കിളിൽ ഓരോ വേർഡ് എന്ന രീതിയിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. വർക്ക് ഹാർഡ്, ഡ്രീം ബിഗ്. ബെഡ്റൂമിലെല്ലാം വെക്കുന്ന സമയത്ത് നമുക്ക് മോട്ടിവേഷൻ തരുന്ന ടൈപ്പ് കോട്ട്സ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇതിന് ഞാനൊരു ബ്ലൂ കളർ ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫൈനൽ ഫ്രെയിമും റെഡി ആയിട്ടുണ്ട്. ഈ 3 ഫ്രെയിമും ഞാൻ 3 സാധനങ്ങൾ വെച്ചിട്ട് 3 മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വാളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട് കേട്ടോ. 3ഉം കളർഫുൾ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.